+1 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഒട്ടാകെ 12 ഡെറിവേഷൻസ് ഉണ്ട്. അതിൽ 6 മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ്. സോ ആ ഡെറിവേഷൻസ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മീൻസ് ഫസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറയണം, എന്താണെന്ന് പറയണം. അതോടൊപ്പം അതിന്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? പാസ്കൽസ് ലോ. നിങ്ങൾ പഠിച്ചു നോക്കുക. എന്ത്? പാസ്കൽസ് ലോ. അപ്പോൾ പാസ്കൽസ് ലോ NCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് 2 ഡെഫിനിഷൻ കാണാം. അതിലൊരു ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ സെയിം പ്രഷർ ആയിരിക്കും എന്നുള്ള ഡെഫിനിഷനാണ്. മേ ബി നിങ്ങൾ അതായിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ചോദിച്ചത് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കാര്യമാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ എഴുതുന്നത് അത്ര നല്ലതല്ല. മീൻസ് ചില ടീച്ചേഴ്സൊന്നും അതിന് മാർക്ക് ഇട്ട് തരില്ല ആ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ. അപ്പോൾ അതിന് പറ്റിയ ഡെഫിനിഷൻ, ഹൈഡ്രോളിക് ലിഫ്റ്റിന് പറ്റിയ ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ ടെസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. ഇത് നിങ്ങൾ പഠിക്കുക. എന്താണ്? A pressure applied at any part of a fluid is transmitted undiminished and equally in all directions. അതായത് ഒരു ഫ്ലൂയിഡിനെ മേലെ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ അതേ പ്രഷർ എല്ലാ ഭാഗത്തേക്കും എത്തും എന്നുള്ള കാര്യമാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. അതായത് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യാം, നമ്മൾ പ്രൂവ് ചെയ്യണം എങ്ങനെയാണെന്ന്. മീൻസ് ഇത് മാത്രം എഴുതി വെച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. മീൻസ് 1/2 മാർക്കാറ്റം കിട്ടും ഈ ഡെഫിനിഷൻ മാത്രം. അപ്പം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പ്രൂഫും കൂടി ഉണ്ട്. സിമ്പിൾ പ്രൂഫാണ്. അതും കൂടി എഴുതി വെക്കാം. അത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതെന്താ? ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഫിഗറാണ് ഇത്. അപ്പം ഇത് A1, ഏരിയ ഓഫ് സ്മോൾ പിസ്റ്റൺ. ഇതല്ലേ ചെറുത്, ഇത് വലുത്, ഏരിയ ഓഫ് ലാർജ് പിസ്റ്റൺ. അപ്പൊ ഈ ചെറിയ പിസ്റ്റന്റെ മേലെ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. എന്ത്? F1 ഫോഴ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇവിടെ ഒരു ഫോഴ്സ് എനിക്ക് കിട്ടൂലേ? ഇവിടെ എന്ത് ഫോഴ്സ് കിട്ടും? ഇവിടെ ഒരു F2 ഫോഴ്സ് കിട്ടും. ഇവിടെ F1 ഫോഴ്സ് കൊടുത്താൽ ഇവിടെ F2 ഫോഴ്സ് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഇതിന്റെ അടിയിൽ എഴുതി വെക്കുക. ഇവിടെ F1 എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് അപ്ലൈഡ്. അത് നിങ്ങൾ എഴുതി വെക്കൂലേ? A1 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്മോൾ പിസ്റ്റൺ. ഓക്കെ. F2 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ലോഡ്. ഈ ലോഡിന്റെ മേലെ കിട്ടിയ ഫോഴ്സ് ആണ് എന്ത്? F2. അതേപോലെ തന്നെ A2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ലാർജ് പിസ്റ്റൺ. ഈ സംഭവം നമ്മൾ ഇവിടെ എഴുതി വെക്കുക. F1 എന്താണെന്ന് എഴുതി വെക്കുക, A1 എന്താണെന്ന് എഴുതി വെക്കുക, F2 എന്താണെന്ന് എഴുതി വെക്കുക, A2 എന്താണെന്ന് എഴുതി വെക്കുക. ഇനി എന്ത് ചെയ്യാം, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുതരാം. പ്രഷർ നോക്കാം, പ്രഷറിന്റെ കാര്യം നോക്കാം. ഞാൻ ഇപ്പം ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ആണ്. അതായത് പ്രഷർ അറ്റ് സ്മോൾ പിസ്റ്റൺ A1ന്റെ മേലെ ഞാൻ ഒരു പ്രഷർ അപ്ലൈ ആണ്. P1 പ്രഷർ ഞാൻ കൺസിഡർ ചെയ്തോ. അപ്പൊ എന്തായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? F1/A1. ഫോഴ്സ്, ഇവിടുത്തെ ഫോഴ്സ് എത്രയാ? F1. ഇവിടുത്തെ ഏരിയ എത്രയാ? A1. അത് നമ്മൾ എഴുതി വെക്കുക. F1/A1 നമ്മൾ എഴുതി വെക്കുക. ഇനി പ്രഷർ അറ്റ് പിസ്റ്റൺ 2, അതായത് ഈ A2 നമുക്ക് കിട്ടുന്ന പ്രഷർ എത്രയാണെന്ന് നമ്മൾ എഴുതി വെക്കുക. P2 എന്ന് പറഞ്ഞാൽ എത്രയാ? F2/A2. ഈ കാര്യം നമ്മൾ എഴുതി വെക്കുക. ഇത് എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 2 സൈഡിലുള്ള പ്രഷർ നമ്മൾ എഴുതി വെച്ചു, P1ഉം P2ഉം. ഇനി പാസ്കൽസ് ലോ എന്താ പറയുന്നത്? പ്രഷർ സെയിം ആയിരിക്കും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, പ്രഷർ അറ്റ് P1 ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് P2. അതായത് ഇവിടുത്തെ പിസ്റ്റണിലുള്ള പ്രഷറും ഇവിടുത്തെ പിസ്റ്റണിലുള്ള പ്രഷറും സെയിം ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത്. അതായത് പ്രഷർ അറ്റ് P1 മസ്റ്റ് നീഡ് ടു ബി ഈക്വൽ ടു പ്രഷർ അറ്റ് P2. പ്രഷർ അറ്റ് P1 എത്രയാ? F1/A1. പ്രഷർ അറ്റ് P2, അതായത് ഇവിടുത്തെ പ്രഷർ എത്രയാ? F2/A2. ഈ കാര്യം നിങ്ങൾക്ക് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, 1 മാർക്ക് കിട്ടി. പാസ്കൽസ് ലോന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇതും കൂടി എഴുതി വെക്കണേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. മീൻസ് മനസ്സിലാവുന്നില്ല, ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ വലിയ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമ്മളെന്തിനാ ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്? അതായത് എനിക്കിപ്പോൾ ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താലും എനിക്ക് ഇവിടെ വലിയ ഫോഴ്സ് ആയിട്ട് കിട്ടണം, എന്നാലേ എൻ്റെ ലോഡ് എനിക്ക് പൊന്തിക്കാൻ പറ്റൂലൂ. അതാണ് എൻ്റെ എയിം. അതായത് ഇവിടെ F1 ചെറുതാണെങ്കിലും എനിക്ക് F2 വലുതായിട്ട് കിട്ടണം. അതാണ് എൻ്റെ എയിം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ ഇവിടെ ബോക്സിൽ ഇട്ട് വെച്ച ഇക്വേഷൻ ഇല്ലേ, F1/A1 = F2/A2 എന്ന്.
F2 അല്ലേ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് F2 വലുതായിട്ട് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുക, F2 കണ്ടുപിടിക്കുക. F2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? F2 = ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. F1 × A2/A1. ഓക്കെ, F2 നമ്മൾ കണ്ടുപിടിച്ച്. ഇനി എന്നാ, അതായത് ഇവിടെ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ പിസ്റ്റന്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്യുക. A1 ആണോ വലുത്, A2 ആണോ വലുത്? A2 അല്ലേ വലുത്. സിൻസ് A2 is larger than A1, അതായത് A2 A1-നെക്കാട്ടിയും വലുതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, F2 F1-നെക്കാട്ടിയും വലുതായിരിക്കും. അതായത് F2 greater than F1. So my load can be easily lifted up. അതും കൂടി എഴുതി വെക്കുക. So my load can be easily lifted up എന്ന് പറയുന്ന കൺക്ലൂഡിങ് സെന്റൻസ് കൂടി എഴുതി വെക്കുക. 2 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഡെറിവേഷൻസ് തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ വെച്ച് എടുത്തു തരാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫ്ലൂയിഡ്സ് കഴിഞ്ഞ് ഇനി അടുത്തത് വർക്ക് എനർജി പവർ, അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഫിസിക്സിൻ്റെ വെച്ച് എടുത്തു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് മാത്സോ കെമിസ്ട്രിയോ ആയിട്ട് എടുത്തു തരണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ എങ്ങനെയാണ് എടുത്തു തരണ്ടേ, അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെച്ചിട്ടാണോ എടുത്തു തരണ്ടേ, അതോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണോ, അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണോ വേണ്ടേ, മീൻസ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് എനിക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ എ ഫ്ലൂയിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ. അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇതാണ് പൈപ്പും വെള്ളത്തിന്റെ ചോദ്യം. അതായത് പൈപ്പും വേണം വെള്ളവും വേണം. ഇത് പൈപ്പ്. ഓക്കെ, ഈ പൈപ്പിന് 2 ഭാഗമുണ്ട്, വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. വലിയ ഭാഗത്തിന് നമ്മൾ A എന്ന് വിളിച്ച്, ചെറിയ ഭാഗത്തിന് B എന്നും വിളിച്ച്. ഓക്കെ, ഇനി വലിയ ഭാഗത്തിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് A1 ആയിട്ട് എടുക്കാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് A. ഇനി ചെറിയ ഭാഗമില്ലേ, അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ട്, അതാണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. ഇവിടുത്തെ വെലോസിറ്റി V1 ആയിട്ട് എടുക്കാം. ഇവിടുത്തെ വെലോസിറ്റി എത്ര ആയിട്ട് എടുക്കാം, V2 ആയിട്ട് എടുക്കാം. സ്പീഡ് അറ്റ് ഫ്ലൂയിഡ് അറ്റ് A V1, സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് B V2. ഇത്രയും ഓക്കെ അല്ലേ? എന്തെല്ലാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെലോസിറ്റിയും ഉണ്ട് ഈ 2 ഭാഗത്തിനും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെയുള്ള A എന്ന് പറയുന്ന ഭാഗത്തുള്ള ഫ്ലൂയിഡ് ഈ A' എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയി. അതായത് ഇവിടെയുള്ള വെള്ളം ഇവിടത്തേക്ക് പോയി, മനസ്സിലായ? അതേപോലെ തന്നെ B എന്ന് പറയുന്ന ഭാഗത്തുള്ള വെള്ളം ഇവിടത്തേക്കും പോയി, B എന്ന് B' പോയി. ഓക്കെ, ഞാനിപ്പോൾ A എന്ന് A' പോയി എന്ന് പറഞ്ഞില്ലേ, ഇവിടെയുള്ള ദൂരം എത്രയാ, ഡിസ്റ്റൻസ് എത്രയാ, അതായത് A എന്ന് A' പോകുമ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയില്ലേ, സ്പീഡ് ഇൻറ്റു ടൈം. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കും, സ്പീഡ് ഇൻറ്റു ടൈം. അത് നിങ്ങൾ അറിഞ്ഞു വെക്കണം, ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാ, V1, ടൈം Δt ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പൊ എന്താ, V1 Δt. ഇവിടുത്തെയോ V2 Δt. ഓക്കെ, മനസ്സിലായി? ഇത്രയല്ലേ ഉള്ളൂ. ഇവിടുത്തെ V2 ടൈം Δt. ഓക്കെ, V2 Δt. ഇത്രയും മനസ്സിലായില്ലേ? ഇത് ഒരേ പൈപ്പല്ലേ. അപ്പൊ ഇവിടെ കുറെ വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളം തന്നെയായിരിക്കും ഇതിലൂട്ടിയും പോവുക. ഇത് കുറഞ്ഞു പോകുന്നില്ലല്ലോ, മീൻസ് ഇവിടുത്തെ വെള്ളം തന്നെയായിരിക്കും ഈ പൈപ്പിലോട്ട് പോകുള്ളൂ. സമയം കുറച്ചെടുക്കുന്നുള്ളൂ, സെയിം വെള്ളം തന്നെയായിരിക്കും അതിലോട്ട് പോവുക. അപ്പൊ എന്താ, മാസ് കൺസേർവ്ഡ്, അതായത് വെള്ളത്തിന്റെ മാസ് കൺസേർവ്ഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉപയോഗിക്കുക. യൂസിങ് കൺസർവേഷൻ ഓഫ് മാസ്, MA must need to be equal to MBB'. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? മാസ് കൺസേർവ്ഡ് ആണെന്നുള്ള കാര്യം നമ്മൾ പറയും. ഈ മാസ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, ഡെൻസിറ്റി എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക, റോ ഇൻറ്റു വോളിയം. റോ ഇൻറ്റു വോളിയം ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം അറ്റ് A' ഇസ് ഈക്വൽ ടു വോളിയം അറ്റ് B'. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, ഈ 2 റോ അങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി എന്നുള്ള വോളിയം അറ്റ് A' ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് B'. ഇതാ ശ്രദ്ധിക്കണ്ടു നിങ്ങൾ. ഇവിടെ മാത്രം ഈ ക്വസ്റ്റ്യനിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെയാണ്, വോളിയം. ഇതിന്റെ വോളിയം ഇത് എന്ത് ഷേപ്പിലുള്ളത് നോക്കുക. ഇതൊരു സിലിണ്ടറിന്റെ ഷേപ്പിലല്ല ഉള്ളത്. സിലിണ്ടറിന്റെ വോളിയം എന്നാ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത്, സിലിണ്ടറിന്റെ വോളിയം. ഇവിടുത്തെ ബേസ് ഏരിയ ഏതാ,
A1 ഹൈറ്റോ, ഹൈറ്റാണ് നമ്മൾ V1 ഡെൽറ്റ ടി. ഓക്കെ, ഇതാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത് A ഡാഷിലേക്കുള്ള. അത് നമ്മൾ എഴുതുക. അതായത് വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ A ഇൻറ്റു ഹൈറ്റ് എത്രയാ V1 ഡെൽറ്റ ടി ഈക്വൽ ടു അതേപോലെ തന്നെ അവിടെയും A2 ഇൻറ്റു V2 ഡെൽറ്റ ടി. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇത് ഞാൻ ഇവിടെ പോസ് ആക്കാൻ കാരണം എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം, അതാണ് എന്ത് വോളിയം. സോ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു വോളിയം, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്ത് വോളിയം. പക്ഷെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ഡെറിവേഷൻ നമ്മൾ ഇവിടത്തേക്ക് നിർത്തരുത്. ഇനി എന്ത് ചെയ്യണം, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ഡെറിവേഷൻ കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ രണ്ട് ഡെൽറ്റ ടി അങ്ങ് ക്യാൻസൽ ആക്കി കളയാം. അപ്പൊ എന്ത് കിട്ടി, A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഇത് വേണേൽ നിങ്ങൾക്ക് ബോക്സിലാക്കി വെക്കാം, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞ് ചെയ്താം. അല്ലെങ്കിൽ എന്ത് പറയാം, AB ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, രണ്ട് മാർക്ക് കിട്ടിക്കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഡെറിവേഷൻ. അതായത് ഇത് 4 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഇത് പഠിക്കാണ്ട് പോണ്ട, ഇത് പഠിച്ചിട്ട് പോയിക്കോ, എന്തായാലും ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസിങ് എ നീറ്റ് ഡയഗ്രാം. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതണം. അന്ന് ഡെഫിനിഷൻ എന്താ, അതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ. അതായത് ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ഏരിയ, സം ഓഫ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് ഏരിയ ആൻഡ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് പ്രഷർ, കൈനറ്റിക് എനർജി, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ സ്ട്രീം ലൈൻ പാത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത്. അത് ഇംഗ്ലീഷിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് എന്ത് ചെയ്താണെന്ന്, അതായത് അടുത്തത് ഇതിന്റെ ആദ്യത്തെ സ്ട്രക്ചറിലുള്ള കാര്യമാണ് എന്ത്, ഡെഫിനിഷൻ എഴുതുക. അടുത്തതാണ് എന്ത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എഴുതുക, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എഴുതുക, അതേപോലെ തന്നെ വർക്ക്. എന്തൊക്കെയുണ്ട്, നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്ത്, ഇനി എന്തെല്ലാം ഉണ്ട്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എഴുതണം, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എഴുതണം, അതേപോലെ തന്നെ വർക്കും എഴുതണം. ഓക്കെ, ഇത്ര എഴുതി 4 മാർക്ക് കിട്ടും. ആദ്യം തന്നെ ഞാൻ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഫിഗറിൽ 2 ഭാഗമുണ്ട്, A എന്ന് പറയുന്ന ഒരു ഭാഗവും അതേപോലെ തന്നെ B എന്ന് പറയുന്ന ഒരു ഭാഗവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, A ഡാഷിലേക്ക് പോകുന്നു, ഇവിടെയുള്ള വെള്ളം ഇതൊരു പൈപ്പായിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് A ഡാഷിലേക്ക് പോകും, ഇവിടെയുള്ള മാസ് ഡെൽറ്റ M ആയിട്ട് എടുക്കാം, ഡെൽറ്റ M ആയിട്ട്. അതേപോലെ തന്നെ B എന്ന് B ഡാഷിലേക്ക് പോകും, ഇവിടെയുള്ള മാസ് ഡെൽറ്റ M ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, വെലോസിറ്റി V1 V2. ഇവിടെ നമ്മൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹൈറ്റും പ്രഷറും ആണ്. ഹൈറ്റ് H1 H2, അതേപോലെ തന്നെ പ്രഷർ P2 P1 P1ഉം P2. അതായത് ഇത് P1, മറ്റേത് P2. അതായത് P1ന്റെ ഡയറക്ഷൻ നോക്കി ഇങ്ങോട്ടേക്കാ, അതേപോലെ തന്നെ P2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ. ആ ഒരു വ്യത്യാസം ഉണ്ട്. അത് വർക്കിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ വന്നേന്ന്. അല്ല, എന്തിനാ യൂസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ചേഞ്ചിങ് കൈനറ്റിക് എനർജി അല്ലേ നമ്മൾ നോക്കേണ്ടത്. ചേഞ്ചിങ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്നാ ½ mv². അപ്പോൾ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, അതായത് ½ ഡെൽറ്റ M V2². ഇവിടുത്തെ കൈനറ്റിക് എനർജി മൈനസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇനി ഡെൽറ്റ M മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഡെൻസിറ്റി ഇൻറ്റു ഡെൽ വി, ഇത് വോളിയം ആണ്. അതേപോലെ തന്നെ ഡെൻസിറ്റി ഇൻറ്റു ഡെൽ വി. ഓക്കെ, ഇത്രയായി. ½ ρ ഇൻറ്റു ഡെൽ വി V2² മൈനസ് ½ ρ ഇൻറ്റു ഡെൽ വി V1². ചേഞ്ചിങ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആയി. ആദ്യത്തെ ബോക്സ് ആക്കിയിട്ട് ഇടുക. ഓക്കെ, അടുത്തത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mgh ആ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ല. അതാണ് ഡെൽ U = ഡെൽ M × H2. ഇവിടെ ഹൈറ്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. mgh എന്ന് പറയുന്നതിൽ H2 ഇതും H1 ഇതും. അപ്പോൾ ഡെൽ mgh2 മൈനസ് ഡെൽ mgh1. ഡെൽ M എന്ന് പറഞ്ഞാൽ എന്നാ, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം gh2 മൈനസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം gh1. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷനും കിട്ടി. അടുത്തത് വർക്കാ. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടുത്തെ വർക്ക് ആരാ ചെയ്യുന്നത്, പ്രഷറാണ് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത്. ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, വർക്ക് WP1 + WP2 എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ വർക്കിന്റെ ഇക്വേഷൻ എന്നാ,
വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ടൈംസ് ഡിസ്പ്ലേസ്മെന്റ്. W = F × S അല്ലേ വർക്കിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എഫ് എന്നാ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാല് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ അല്ലേ. അപ്പൊ ഫോഴ്സ് എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ എന്താ? പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു എസ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ. ഇനി എന്ത് ചെയ്യാം? വർക്ക് എന്ന് പറഞ്ഞാല് വർക്ക് അറ്റ് P1 പ്ലസ് വർക്ക് അറ്റ് P2 രണ്ടിന്റെയും P1 ന്റെ P2 ന്റെ വർക്കാണ് നമ്മള് സം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വർക്ക് ഇതിന്റെ കാര്യം പറയാം. ഫോഴ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ടൈംസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഫോഴ്സിന് പകരം P1A1 എന്ന് കൊടുത്തൂടെ എനക്ക് ഇവിടെ? P1A1 ക്രോസ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഇവിടെ ഏതാ വിട്ടുപോയി. V1 ΔT യും V2 ΔT ആയിരിക്കും എന്ത് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കൂല, ഞാൻ നേരത്തെ പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും V1 ΔT യും V2 ΔT എങ്ങനെ വന്നേന്നുള്ള കാര്യം. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതി. അതേപോലെ തന്നെ ഇവിടെ പ്ലസ് ആണോ വേണ്ട മൈനസ് ആണോ വേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ WP2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ സാധനം തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. P2A2 × V2 ΔT. ഓക്കെ, അടുത്തത് ഇവിടുത്തെ സൈന് മൈനസ് ആണ് വരുന്നത്. എന്തുകൊണ്ട് ഇവിടെ മൈനസ് വരുന്നത്? കാരണം പ്രഷർ ഇവിടെ ഇങ്ങോട്ടേക്കാ, അപ്പൊ ഇവിടെ പോസിറ്റീവ് വർക്കാ. അതേസമയം ഇവിടെയോ ഈ H2 ഹൈറ്റിൽ എന്താണ് പ്രഷർ? പ്രഷർ ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, അപ്പൊ അവിടെ നെഗറ്റീവ് വർക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് എന്ത് P2ന്റെ മുന്നിൽ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ ബൈ പ്രഷറിന്റെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഫൈനലായിട്ട് നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ A1 V1 ΔT ഇല്ലേ, അതിന് പകരം ΔV എന്ന് കൊടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം, എന്താ വോളിയം അല്ലേ. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ, റിപ്ലേസ് ചെയ്തുകൂടെ? നമുക്ക് ഇനി ΔV എന്ന് കൊടുത്തിട്ട് നമുക്ക് സിമ്പിൾ ആയിക്കൂടെ? കുറച്ചും കൂടി ഇവിടെയും ΔV എന്ന് കൊടുക്കാം. അപ്പൊ എന്താവും? W = P1 ΔV - P2 ΔV എന്ന് കിട്ടും. ഓക്കെ, ഇത്ര ആക്കിയിട്ട് അടുത്തത് നമ്മൾ ഇതിന്റെ ടോട്ടൽ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പൊ ടോട്ടൽ വർക്കിന്റെ W എന്ന് പറഞ്ഞാൽ P1 ΔV - P2 ΔV. ഓക്കെ, അതേപോലെ തന്നെ ΔK ചേഞ്ചിങ് കൈനറ്റിക് എനർജി. നമ്മൾ നേരത്തെ രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ, ചേഞ്ചിങ് കൈനറ്റിക് എനർജിന്റെയും ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജിന്റെയും. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലുള്ള ΔV എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇവിടെ ΔV ഉണ്ട്, ΔV ഉണ്ട്, ഇവിടെ ΔV ഉണ്ട്, ഇവിടെ ΔV ഉണ്ട്, ഇവിടെ ΔV ഉണ്ട്, ഇവിടെ ΔV ഉണ്ട്, എല്ലാ ΔVയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഇല്ല, V1 വരുന്നല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാ, V2 വരുന്നല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ 1 വരുന്ന ഏതെല്ലാം P1 ഇവിടെ ഉണ്ട്, V1 ഉണ്ട്, H1 ഉണ്ട്, ഇതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാ, മറ്റേതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മേ സത്ത്. ഓക്കെ, അടുത്തത് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ഡെറിവേഷൻ. അപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 4ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ലിക്വിഡ് ഡ്രോപ്പിന്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ കണ്ടുപിടിക്കണം, അതിന്റെ എക്സ്പ്രഷൻ എഴുതണം. അപ്പൊ എന്ത് ചെയ്യാം? ലിക്വിഡ് ഡ്രോപ്പ് വരക്കുക. ഇതെന്താ? ഒരു സ്ഫിയറിന്റെ ഷേപ്പിലുള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പ് വരക്കുക. അതിന്റെ റേഡിയസ് R ആണെന്ന് കാണിക്കുക. പിന്നെ എന്താണ് ചോദ്യം? എക്സസ് പ്രഷർ ആണ്. അപ്പൊ നമ്മൾ പ്രഷർ മാർക്ക് ചെയ്യണ്ടേ? പ്രഷർ ഇൻസൈഡിൽ എത്രയായിരിക്കും? PI ആയിട്ട് മാർക്ക് ചെയ്യാം. ഔട്ട്സൈഡ് എത്രയായിരിക്കും? PO ആയിട്ട് മാർക്ക് ചെയ്യാം, അല്ലെ P0 ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എക്സസ് പ്രഷർ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും ലിക്വിഡ് ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. അതായത് PI കൂടുതലായിരിക്കും, PO കുറവായിരിക്കും. അപ്പം ഇത് എത്രയായിരിക്കും? എക്സസ് പ്രഷർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? കൂടുതൽ മൈനസ് കുറവ്. ഓക്കെ, മനസ്സിലായ? കൂടുതൽ മൈനസ് കുറവായിരിക്കും എക്സസ് പ്രഷർ. ΔP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതൽ ഏതാ ഇതിൻ്റെ അകത്ത്? ഇൻസൈഡ്. ഏതോ കുറവ്? ഔട്ട്സൈഡ്. അങ്ങനെ വെക്കുക. ΔP എത്രയായിരിക്കും? PI - P0. ഓക്കെ, ഇതായി എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റേഡിയസ് R ഉള്ള സ്ഫിയറിനെ ഞാൻ കുറച്ചൊന്ന് വലുതാക്കുന്നു. അതായത് ഈ ഡ്രോപ്ലെറ്റിനെ കുറച്ച് വലുതാക്കി കൊടുക്കുന്നത്. എങ്ങനെ? ഈ R റേഡിയസ് അല്ലേ ഇതിനുള്ളത്, അത് ഞാൻ എന്താക്കി കൊടുക്കുന്നത്? ΔR റേഡിയസിലേക്ക് കുറച്ചൊന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കുന്നത്. ഇപ്പൊ R ഉള്ളത് കുറച്ച് ഞാൻ ഇങ്ങനെ വലുതാക്കിയെന്ന് വെച്ചോ, അത്രേ ഉള്ളൂ. അതായത് ഇവിടത്തേക്ക് മാറ്റം വരുന്നത്. അപ്പൊ എന്താവും? ΔR ആവും. ഓക്കെ, റേഡിയസിന് വരുന്ന ചേഞ്ച് ΔR ആയി മാറി. അപ്പൊ എന്താവും? റേഡിയസ് മാറിയാൽ ഈ സ്ഫിയറിന്റെ എന്ത് മാറും? ഏരിയ മാറും. ഓക്കെ, റേഡിയസ് മാറുമ്പോൾ ആ സ്ഫിയറിന്റെ ഏരിയ മാറും.
അതാണ് ഞാൻ എഴുതിയത്. ഇൻക്രീസ് ഇൻ ഏരിയ, റേഡിയസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഏരിയ കൂടും. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഏരിയ കൂടും. ഏരിയ എങ്ങനെയാ കൂടുക? മീൻസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഏരിയക്കുള്ള എക്സ്പ്രഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ ചേഞ്ച് ഇൻ ഏരിയയിലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര ഏരിയ കൂടി എന്നല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ ആയിരിക്കൂലേ ഏരിയക്ക് വന്ന ചേഞ്ച്. അതായിരിക്കില്ല എത്ര കൂടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഡെൽ എന്ന് പറഞ്ഞാൽ എ ഫൈനൽ മൈനസ് എ ഇനീഷ്യൽ. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്നാ ഇതെന്നാ ഞാൻ പറഞ്ഞ ആദ്യം എന്നാ പറഞ്ഞേ? സ്ഫിയർ എന്നാ പറഞ്ഞേ. സ്ഫിയറിന്റെ ഏരിയ എന്നാ 4πr². ഓക്കെ, 4πr². ഇവിടെ ഫൈനൽ ഏരിയ എന്തായിരിക്കും? മീൻസ് ആദ്യം ഇവിടുന്നാണ് ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് മാറിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും? 4πr+Δr വരും. എന്തുകൊണ്ടാ? ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തമ്മിലുള്ള ഏരിയ അല്ലേ. അതിന്റെ ഇനീഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തമ്മിലുള്ള ഏരിയ. അത് അങ്ങ് എഴുതി കൊടുക്കുക. അപ്പൊ ഫൈനൽ ഏരിയ അല്ലേ ആദ്യം എഴുതണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ? 4πr+Δr² മൈനസ് ഇനീഷ്യൽ ഏരിയ 4π ഇവിടെ തമ്മിലുള്ള ഏരിയ എത്ര? r². ഓക്കെ, ഇത്രയായി. എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. 4πr²+2r∆r+Δr² മൈനസ് 4πr². ഇനി ഇവിടെ എന്തെങ്കിലും നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്നുണ്ടോ? ഇത് ഇവിടെ ഒരു 4π ഉണ്ട്, ഇവിടെ ഒരു 4π ഉണ്ട്. അതങ്ങ് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പൊ എന്തായി? 4π × r²+2r∆r+Δr². 4π വീർന്ന് പോയാൽ എന്താ ബാക്കിയുള്ള? മൈനസ് r². ഓക്കെ, ഇവിടെ എന്തെല്ലാം നമുക്ക് കട്ട് ചെയ്യാം? ഈ r² +r²ഉം -r² ഞാൻ കട്ട് ചെയ്ത്. ബാക്കി എന്താ ഉള്ളത്? 2r∆r-ഉം Δr². ഞാൻ പറഞ്ഞിട്ടുണ്ട് Δr വളരെ ചെറുതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ Δrന്റെ സ്ക്വയർ എന്തായിരിക്കും? അതിനെക്കാട്ടും ചെറുതായിരിക്കും. പിന്നെ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതും അങ്ങ് വെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? 4π2r∆r എന്ന് മാത്രം എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 4π ഇതിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 8πr∆r. ഇത് കിട്ടി. ഒരു മാർക്ക് കിട്ടി. ബാക്കി ഒരു മാർക്കല്ലേ? അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്ര ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ച്? എക്സസ് പ്രഷറിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച്, അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ ഏരിയക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ച്. അടുത്തതായിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ചെയ്യുന്ന വർക്ക് ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. വർക്ക് ഡൺ ബൈ പ്രഷർ ആണ് എന്ത്? ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇവിടുത്തെ വർക്കിനുള്ള ഇക്വേഷൻ എന്നാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഫോഴ്സ് എത്ര? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ അല്ലേ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എത്രയാ? കൂടുതലുള്ള പ്രഷർ മൈനസ് കുറവുള്ള പ്രഷർ. അപ്പൊ എന്താ? PI - P0 ഇൻറ്റു ഏരിയ. അതാണ് എന്ത്? ഫോഴ്സ് ഇൻറ്റു ഏരിയ അല്ല, പ്രഷർ ഇൻറ്റു ഏരിയ. ബാക്കി എസ് ഉണ്ട്. ഇവിടുത്തെ എസ് എത്രയാ? എസ് ആണ് Δr. ഇവിടെ വരുന്ന ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് അത്ര ചേഞ്ച് വരുന്നത്. ആറിന് വരുന്ന ചേഞ്ച് ആണ് എന്ത്? എസ്. അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. Δr എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും ഓക്കെ. ഈ PI - P0ന് എനിക്ക് ∆P എന്ന് കൊടുത്തൂടെ? അതല്ലേ നമ്മൾ നേരത്തെ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതിയേ. അപ്പൊ എന്ത് ഞാൻ കൊടുത്ത്? ∆P എന്ന് കൊടുത്ത്. ഈ ഏരിയന്റെ ഇക്വേഷൻ ഇത് സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഏരിയ എന്താണ്? 4πr². 4πr² Δr അങ്ങനെ ഇട്ട് എന്താണ്? W ആണ് ഇത്. ഞാൻ പിന്നെ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ∆U എന്ന് കൊടുക്കുക. പൊട്ടൻഷ്യൽ എനർജിന്റെ W പകരം ∆U എന്ന് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതേ സാധനം താഴെ അങ്ങ് എടുത്ത് എഴുതുക. 4πr² Δr. ഓക്കെ, നമ്മളെ ഫൈനൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് സർഫസ് ടെൻഷന്റെ സ്റ്റെപ്പ്. അതായത് സർഫസ് ടെൻഷൻ എന്താന്നുള്ള കാര്യം നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു നോക്കുക. എന്താ? ∆U/Δa. എനിക്ക് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ∆Uന്റെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കുക, ∆ന്റെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ തൊട്ട് പിന്നെ കണ്ടുപിടിച്ച വാല്യൂസാ, അത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കട്ട് ചെയ്യുക. Δr കട്ട് ചെയ്ത്, ഈ ഒരു ആറും ഈ r² കട്ട് ചെയ്ത്, ഇനി എന്തെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്? ഈ 4πയും 8πയും ബാക്കി 2 മാത്രം ഇവിടെ ഉണ്ടാവും. ബാക്കിയൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ എഴുതാം. എന്ത്? S = ∆Pr/2 എന്ന് കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? ∆P ആണ് വേണ്ടത്. ഇതാണ് നമ്മളെ എക്സസ് പ്രഷർ. ∆P = എന്താവും? ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ മേലത്തെ സാധനം താഴെയിട്ട് കൊടുക്കുക. 2s/r. ഇതാണ് നമ്മളെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ് ഓഫ് കാപ്പിലറി. ഹൈറ്റ് ഓഫ് കാപ്പിലറി, കാപ്പിലറി ഹൈറ്റിന്റെ എന്താ എക്സ്പ്രഷൻ ആണ് നമ്മളോട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു കാപ്പിലറി ട്യൂബ് വരക്കുക, ഇവിടുത്തെ 2 മെനിസ്കസ് കാണിക്കുക, 3 മെനിസ്കസ് കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ പ്രഷർ P0 എന്ന് കാണിക്കുക. ഇതേ പ്രഷർ ആയിരിക്കില്ല എവിടെ ഉണ്ടാവുക, മീൻസ് സെയിം ലെവൽ അല്ലേ. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, P0 ആയിരിക്കും, P0 ആയിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെ കാണിക്കാം, ഇവിടെ ഔട്ട് സൈഡിലുള്ള പ്രഷർ കാണിക്കാം, ഇവിടെയുള്ള പ്രഷറും P0 ആയിരിക്കും. അതേപോലെ തന്നെ ഇൻസൈഡിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ P0 മൈനസ് 2S/R ആയിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ഇമാജിനറി സ്ഫിയർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് 2S/R കുറച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇനി എന്താക്കുക, നമുക്ക് 2 റീജിയൻസ് കൺസിഡർ ചെയ്യാം. ഒന്നാമത്തെ റീജിയൻ ഇതും, രണ്ടാമത്തെ റീജിയൻ ഇതും. ഓക്കെ, രണ്ടാമത്തെ റീജിയനത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റീജിയനത്തെ പ്രഷറിന്റെ കൂടെ HROG കൂട്ടുന്നതായിരിക്കും. അതായത് രണ്ടാമത്തെ റീജിയനത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റീജിയന്റെ കൂടെ HROG കൂട്ടുന്നതായിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയില്ല. P2 എന്ന് പറഞ്ഞാൽ P1 പ്ലസ് HROG എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി P2 എന്താണ്, P1 എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. P2 എന്താ, ഇവിടെ അല്ലേ രണ്ടാമത്തെ റീജിയനത്തെ പ്രഷർ എത്രയാ, P0. നമ്മൾ അങ്ങനെ എഴുതുക, P0 is equal to ഒന്നാമത്തെ റീജിയനത്തെ പ്രഷർ എന്നാ P0 മൈനസ് 2S/R. അതങ്ങനെ എഴുതാ, P0 മൈനസ് 2S/R പ്ലസ് HROG. ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വെട്ടാനുള്ള സാധനം നോക്കുക. P0 വെട്ടുക. ഇനി ഈ മൈനസ് 2S/R ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 2S/R. HROG ഞാൻ ഇവിടെ എഴുതുന്നത്, HROG is equal to പ്ലസ് 2S/R. ഇനി നമുക്ക് H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം, H is equal to 2S/ROG. ഓക്കെ, കിട്ടി, ROG എന്ന് കിട്ടി. ഫൈനൽ ഇക്വേഷൻ ആയിട്ടില്ല. നമ്മൾ ഈ R ഇല്ലേ, ഈ R നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, വേറെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം ഈ R. കാരണം ഈ R എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. നമുക്ക് വേണ്ടത് എന്തിന്റെ റേഡിയസാ, ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ് നമുക്ക് ആവശ്യം. പക്ഷെ നമുക്ക് കിട്ടിയത് ഈ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക, അതിനാണ് നമ്മൾ ടാൻജന്റ് വരക്കേണ്ടത്. ഈ ലിക്വിഡ് സർഫസിന് ഒരു ടാൻജന്റ് വരച്ചു കൊടുക്കുക, ഈ സോളിഡ് സർഫസിനും ടാൻജന്റ് വരച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വരക്കാം, അതേപോലെ തന്നെ സോളിഡ് സർഫസിന് താഴോട്ടേക്കും വരക്കാം ടാൻജന്റ്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ വരും, എന്ത്, ഒരു തീറ്റ ആംഗിൾ വരും. ഈ തീറ്റ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. മേ ബി നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കും എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന്. അതായത് അതായത് ലിക്വിഡ് സർഫസിനും സോളിഡ് സർഫസിനും ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, റേഡിയസ് കണ്ടുപിടിക്കണ്ടേ. അതായത് അപ്പൊ നമുക്ക് ഈ റേഡിയസ് അല്ല കണ്ടുപിടിക്കണ്ടേ, ഈ സ്മോൾ റേഡിയസ് R അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇതും തീറ്റ ആയിരിക്കും. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ ഈ തീറ്റക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാം, കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ എന്നാ അഡ്ജസന്റ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് R/R. ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ ആറിനല്ലേ റീപ്ലേസ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാപിറ്റൽ R കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു സ്മോൾ r ബൈ കോസ് തീറ്റ. ഇനി ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യാം, ഇതിന്റെ അകത്തേക്ക് റീപ്ലേസ് ചെയ്ത് എടുത്തു കൊടുക്കാം. അതായത് H ഈസ് ഈക്വൽ ടു 2ρ ബൈ ഈ ക്യാപിറ്റൽ ആറിന് പകരം എന്ത് വരും, R ബൈ കോസ് തീറ്റ എന്ന് വരും. ഈ കോസ് തീറ്റന R ബൈ കോസ് തീറ്റ ഞാൻ ഇവിടെ എഴുതുന്നില്ല, ബൈ കോസ് തീറ്റനെ ഞാൻ മേലത്തേക്ക് കൊണ്ടുപോവാ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കോസ് തീറ്റ എന്ന് എഴുതി കൂടെ, എന്നിട്ട് റോജിന്ന് താഴെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എക്സ്പ്രഷൻ ആയി. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇത് ഹൈറ്റ് ഓഫ് കാപ്പിലറിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഈസി അല്ലേ, ഇത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. അടുത്തത് 6ാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ടെർമിനൽ വെലോസിറ്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. Derive the expression for terminal velocity of a spherical body falling through a fluid. അതായത് ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ വീവാണ്. ഇതാണ് നമ്മളെ സ്ഫെറിക്കൽ ബോഡി. അതൊരു v വെലോസിറ്റിയിൽ വീവാന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ബോഡിയിൽ എന്തെല്ലാം ഫോഴ്സ് അനുഭവിക്കും ഈ ബോഡി? ഒന്നാമത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവില്ലേ, സ്വാഭാവികമായിട്ട് താഴോട്ടേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും മേലോട്ടേക്ക്. അതേപോലെ തന്നെ എന്തുണ്ടാവും, ബോയൻസിയും മേലോട്ടേക്ക് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യാം, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം.
ഓക്കെ, ആദ്യം ടെർമിനൽ വെലോസിറ്റി മെൻഷൻ ചെയ്യാം. എന്താണ് ടെർമിനൽ വെലോസിറ്റി? അതായത് ഒരു ബോഡി മാക്സിമം വെലോസിറ്റിയിൽ എത്തുമ്പോൾ അതിന്റെ ഫോഴ്സസ് എല്ലാം സീറോ ആയിട്ട് മാറും. അതായത് അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസും ബോയൻസി അതേപോലെ തന്നെ വിസ്കസ് ഫോഴ്സസും കോൺസ്റ്റന്റ് ആവും. അതായത് ഒരു പോയിന്റ് എത്തുമ്പോൾ അത് സീറോ ആയിട്ട് മാറും. ആ ഒരു മാക്സിമം വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയാ, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. അതായത് ഒരു മാക്സിമം വെലോസിറ്റിയിൽ എത്തുമ്പോൾ നമ്മുടെ മേലോട്ടുള്ള രണ്ട് ഫോഴ്സസും താഴോട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സീറോ ആയി മാറും. ആ മാക്സിമം വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് എഴുതി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിലെ ഫസ്റ്റ് നമ്മൾ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് വി, അത് 6π∗RV ആണ്. എങ്ങനെ ഈ ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഈറ്റ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ്. ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി ആണ് എന്ത്, ഈറ്റ. അതേപോലെ തന്നെ ഫ്ലൂയിഡിന് ഡെൻസിറ്റി ഉണ്ട്, ഡെൻസിറ്റി ആണ് എന്ത്, റോ എഫ്. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ അല്ലേ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള 6π∗RV. ഇത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്തുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നാ mg, നമുക്കറിയുന്നതല്ലേ, മാസ് ഇൻറ്റു m×g. അത് നിങ്ങൾ അങ്ങനെ പഠിക്കുക. മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അതായത് റോ ഇൻറ്റു v×g. ഇവിടുത്തെ റോ എന്ന് പറയുന്നത് ഈ ബോഡീന്റെ റോ ആ. അതായത് ഈ ബോഡീന്റെ ഡെൻസിറ്റി ആണ് ഇവിടുത്തെ റോ. അതാണ് ഞാൻ റോ bvg എന്ന് എഴുതിയത്. ഓക്കെ, ഇത് മനസ്സിലായി. അടുത്തത് എന്തുണ്ട്, ബോയൻസി ഇല്ലേ. ബോയൻസിയുടെ ഇക്വേഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പൊ എന്തിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച്, വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച്. ഇനി എന്താ കണ്ടുപിടിക്കണം, ബോയൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ബോയൻസിന്റെ ഇക്വേഷൻ എന്താ, ഇത് ഇക്വേഷൻ തന്നെയാണ്, റോ bg. അതിന് പകരം എന്ത് ചെയ്യുക, ഫ്ലൂയിഡിന്റെ കാര്യത്തിൽ മാത്രമാണ് ബോയൻസി വരിക. അപ്പൊ എന്ത് ചെയ്യുക, റോ എഫ് bg എന്ന് എഴുതി വെക്കുക. ഇത്രയും കാര്യമൊക്കെ അല്ലേ. ഈ മൂന്ന് കാര്യം നിങ്ങൾക്ക് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അത് ആദ്യം ടെർമിനൽ വെലോസിറ്റിന്റെ ഡെഫിനിഷൻ എഴുതുക, പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കാം. ബാക്കി എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു. അടുത്തത് നമ്മൾ ടെർമിനൽ വെലോസിറ്റിന്റെ കാര്യം ഒന്നും കൂടി മെൻഷൻ ചെയ്യണം. അറ്റ് ടെർമിനൽ വെലോസിറ്റി v, അതായത് ടെർമിനൽ വെലോസിറ്റി v ആകുന്ന സമയത്ത് ഞാൻ എന്താ നേരത്തെ പറഞ്ഞ, ഈ രണ്ട് ഫോഴ്സസ് ഇതിന് ഈക്വൽ ആവും. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആവും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ബോയൻസിയും വിസ്കസ് ഫോഴ്സും എന്തിന് ഈക്വൽ ആവും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആവും. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ എന്താ വേണ്ടത്, വിസ്കസ് ഫോഴ്സ് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ. അതായത് എഫ് ബി ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താക്കണം, ഇവിടെ ഇതിന്റെ മുന്നിലുള്ള ബോയൻസ് ഇല്ലേ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ, എഫ് ജി മൈനസ് ബി എന്ന് കൊണ്ടുപോയാൽ പോരെ. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറെ ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ടില്ലേ, 6π∗RV എന്നുള്ള പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ്, അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. വിസ്കസ് ഫോഴ്സിന് പകരം 6π∗RV എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പകരം റോ ബി വി ജി എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ബിക്ക് പകരം, അതായത് ബോയൻസിക്ക് പകരം റോ എഫ് ബി ജി എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതേ ഇക്വേഷൻ തന്നെ എഴുതുക. അതായത് ഇവിടെ കോമൺ ആയിട്ടുള്ള എന്താ നോക്കുക, വി ജി കോമൺ ആയിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, വി ജി പുറത്തെടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള സാധനം മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി വി ജി എന്താ സംഭവം എന്നല്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊന്ന് മായച്ചോട്ടെ. നേരത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതേപോലെ എഴുതാം, 6π∗RV = v എന്നാ വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സ്ഫിയർ എന്നാ 4/3πr³. എന്നിട്ട് ഇവിടെ ഒരു ജി ഉണ്ടല്ലേ, ആ ജി അതേപോലെ തന്നെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള സാധനം അതേപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇനി എന്താ, ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ആറും r³ കട്ട് ചെയ്തൂടെ, ബാക്കി ഇവിടെ എന്താവും, r² ആവും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാം, ഈ 6πയും ഇവിടെയുള്ള 4πയും കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താവും, ഇവിടെ 2 ആവും. അതേപോലെ തന്നെ ഇവിടെ 3 ആവും. പയ്യും പോയി, 4ഉം 6ഉം പോയി. അതാകുമ്പോൾ 4ഉം 6ലും കോമൺ ആയിട്ടുള്ളത് 2ഉം 3ഉം. ഓക്കെ, ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള സാധനമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതാ ബാക്കി എന്താ ഉള്ളത്, 3ηV = ഇവിടെ 2/3 r³ g r²g. ബാക്കിയുള്ള സാധനം റോ ബി മൈനസ് റോ എഫ്. അതാണ് നമുക്ക് ബാക്കിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ നിനക്ക് വേണ്ടത്, വിസ്കോസിറ്റിന്റെ ഇക്വേഷനല്ല എനിക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, വി അതല്ല, എന്നാൽ ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. അതാണ് വി = എന്ത് ചെയ്യാം, വി കിട്ടണ്ടെങ്കിൽ ഈ /3 തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്താവും, ഇവിടെ 3 ഓൾറെഡി ഉണ്ട്, 3n-ഉം 3ഉം 9n. ബാക്കി അതേപോലെ തന്നെ എഴുതി വെക്കുക. നമുക്ക് കിട്ടി മോനെ, കിട്ടി. ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ കിട്ടി. അമ്മേ ചത്ത്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.